നെക്സ്റ്റ് വരുന്നത് എന്താന്ന് നോക്കാം, മെച്ചുറേഷൻ. ഗ്രോത്തിലെ മെച്ചുറേഷൻ വരുന്നതെന്ന് പറയുന്നത് എന്താണ്? യൂഷ്വലി ഇറ്റ് ഇസ് ലിങ്ക് ടു വാട്ട് ബയോളജിക്കൽ മെച്ചുറേഷൻ അല്ലേ. ഇപ്പൊ ഒരു പ്യൂബർട്ടി ഏജ് ആകുമ്പോഴേക്കും എന്താണ്, നമ്മൾ ബയോളജിക്കലി മെച്ചുവർ ആയി, നമ്മുടെ ഹൈറ്റ് ഒരു കോൺസ്റ്റന്റ് ആയി, നമ്മുടെ ഐസിന്റെ കളർ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ബോഡിയുടെ ഫിസിക് അല്ലേ, നമ്മുടെ ഗ്ലാൻസ് ആണെങ്കിലും നമ്മുടെ സെക്സ് ഓർഗൻസ് ആണെങ്കിലും എല്ലാം കൂടെ ഒരു മാക്സിമം ഡെവലപ്മെന്റ് ആയി, അല്ലെങ്കിൽ ഒരു മാക്സിമം ഗ്രോത്തിന്റെ സ്റ്റേജ് എത്തി. ആ ഒരു ഗ്രോത്തിന്റെ സ്റ്റേജ് എത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പ്യൂബർട്ടി ഏജ് വരെ റെസ്ട്രിക്റ്റഡ് ആണ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെയും ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. നമ്മുടെ എൻവയോൺമെന്റ് മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് മാറുന്നതായിരിക്കും, നമ്മൾ കാണുന്നതനുസരിച്ച്, നമ്മൾ കേൾക്കുന്നതനുസരിച്ച്, നമ്മുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെയും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനൊരു മെച്ചുറേഷൻ എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു സമയമില്ല അല്ലേ, നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ബയോളജിക്കൽ ബേസിസ് എന്താണ്, ഗ്രോത്തിനെ എന്താണ് ഗവേൺ ചെയ്യുന്നത്? ഗ്രോത്ത് എന്തിനെ ബേസ്ഡ് ആണ്? നേരത്തെ പറഞ്ഞ പോലെ ജെനറ്റിക്സ് ഉണ്ട്, ഹോർമോണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്. ഇതെല്ലാമാണ് ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഡെവലപ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് ഇല്ലെന്നല്ല, അതിന്റെ കൂടെ എന്തുണ്ട്, മെയിൻ റോൾ വഹിക്കുന്ന എവിടെ ഏതാ, എൻവയോൺമെന്റ് ആണ്, നമ്മുടെ സറൗണ്ടിങ്സ് ആണ് അല്ലേ. പിന്നെ ഔട്ട്കം എന്താണ് ഗ്രോത്തിന്റെ? ഫിസിക്കലി വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഗ്രോത്തിന്റെ ഔട്ട്കം. നമുക്ക് കാണാൻ പറ്റില്ലേ? നമ്മൾ പലപ്പോഴും പറയാറില്ലേ, കഴിഞ്ഞ വട്ടം കണ്ടപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു, ഇപ്പൊ കണ്ടോ എന്ത് വലുതായിന്ന്, നീ പെട്ടെന്ന് വലുതായി പോയല്ലോ എന്നൊക്കെ പറയുന്നതാണ് എന്ത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ശരിക്കും പെട്ടെന്ന് അങ്ങോട്ട് വിസിബിൾ ആവണമെന്നില്ല അല്ലേ. പക്ഷെ എന്നാലും പെരുമാറ്റത്തിലൂടെ എല്ലാം കാണുന്ന കാര്യങ്ങളാണ് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സൈക്കോളജിക്കലി അല്ലെങ്കിൽ സോഷ്യലി ബിഹേവ് ചെയ്യുന്നതിൽ ചേഞ്ചസ് വരിക, ഇമോഷണലി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ ചേഞ്ചസ് വരിക, ഇതെല്ലാമാണ് ഡെവലപ്മെന്റിൽ വരുന്നത്. പിന്നെ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്, നേരത്തെ പറഞ്ഞ പോലെ ബയോളജിക്കൽ ഫാക്ടേഴ്സിലാണ് ഗ്രോത്ത് ഡിപ്പെൻഡഡ് ആയിട്ടുള്ളത്. ഡെവലപ്മെന്റ് ആണെങ്കിലോ എക്സ്പീരിയൻസസ്, നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ്, നമ്മുടെ എഡ്യൂക്കേഷൻ ലെവല്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഗ്രോത്ത് എപ്പോഴാണ് നിൽക്കുന്നത്, നമ്മളൊരു മെച്യൂരിറ്റി എത്തി കഴിയുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് നിൽക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഹാർട്ടിന്റെ സൈസ് ഒരു പെർട്ടിക്കുലർ സൈസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് വലുതായിക്കൊണ്ടിരിക്കുമോ? വലുതായിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ബോഡിയിൽ അത് കൊള്ളുവോ? ഇല്ല അല്ലേ. അപ്പം ഒരു മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ ഗ്രോത്തിന് അവിടെ എൻഡ് ആവുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ എന്താണ്, ഡെവലപ്മെന്റ് ത്രൂ ഔട്ട് ലൈഫ് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ വാട്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ടോപ്പിക് മെച്യൂറേഷൻ ആണ്. മെച്യൂറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അതൊരു നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ആണ് അല്ലേ. അപ്പം ഒരു മാക്സിമം ഗ്രോത്ത് എത്തുന്ന പെർട്ടിക്കുലർ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെച്യൂറേഷൻ എന്ന് പറയുന്നത്. ആ ഗ്രോത്ത് എത്തുമ്പോൾ അത് ഡെവലപ്ഡും ആയിരിക്കും അല്ലേ, ഡെവലപ്ഡ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെന്റും പ്ലസ് ഗ്രോത്തും കൂടെ ചേർന്നതാണ് എന്ത്, മെച്യൂറേഷൻ എന്ന് പറയുന്നത്. അത് പെർട്ടിക്കുലർ ഒരു ഏജിൽ നമുക്ക് ടൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, അത് ഡിപ്പെൻഡ് ചെയ്യും, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്താണ്, കംപ്ലീഷൻ ഓഫ് ഗ്രോത്ത് ആണ് മെച്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ മെച്യൂറേഷൻ എത്തുമ്പം ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ച്വൽ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇറ്റ് റിവീൽസ് ദ ആക്ച്വൽ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മൾ പറഞ്ഞ മെച്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോത്തിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പം ഗ്രോത്തിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിവിജ്വൽ എന്തിലെത്തി, നമ്മുടെ പൊട്ടൻഷ്യലിന്റെയും മാക്സിമം പൊട്ടൻഷ്യലിൽ എത്തി. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ പറ്റും. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എന്താണ് ആക്ച്വൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ്, ഇറ്റ് ഇൻവോൾവ് സ്ട്രക്ചറൽ ചേഞ്ച് ആൻഡ് പെർഫോമൻസ് ചേഞ്ച്, രണ്ടും ഉണ്ട്. അതായത് പറഞ്ഞത് ഗ്രോത്ത് മെച്യൂറേഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്ലസ് ഡെവലപ്മെന്റ് ആണ്. അതായത് സ്ട്രക്ചറൽ ചേഞ്ചിലുള്ള ഫുൾഫിൽമെന്റും ഉണ്ട്, പെർഫോമൻസ് ചേഞ്ചും ഉണ്ട്. അതാണ് മെച്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഗ്രോത്ത് എന്താണെന്ന് കണ്ടു, ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഡെവലപ്മെന്റ് എന്താണെന്നും അതിന്റെ ഡെഫിനിഷനും കണ്ടു, ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു, മെച്യൂറേഷൻ എന്താണെന്ന് കണ്ടു. ഓക്കെ.